ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. തനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിൾ റമദാൻ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ സാധാരണ വൈകിട്ടാണ് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വറപൊരി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. പകരം സാലഡും അതുപോലെയുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും. അപ്പോൾ നമ്മൾ മിക്കവാറും ആളുകൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതുപോലെ കസുകസ് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് നേരത്തെ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്നതാണ്. അപ്പോൾ ഞാനതെല്ലാം ആദ്യം തന്നെ ചെയ്ത് വെക്കും. അപ്പോൾ കസുകസ് വെള്ളത്തിലിടുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അതിൽ നല്ല പൊടിയും അഴുക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യമേ തന്നെ ചെയ്തു വെക്കും. പിന്നെ ഇന്ന് ഒരു സാലഡും, ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാലഡും അതുപോലെ ഫ്രൂട്ട് കസ്റ്റാർഡുമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടി മുന്തിരി വെള്ളത്തിലിട്ട് വെക്കുമ്പോഴേക്ക് അതിൽ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്തിട്ടാൽ നന്നായിരിക്കും. ഉപ്പും പുളിവെള്ളത്തിലും കൂടി ഇട്ട് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ട അരിയാണിത്. അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുതിർത്താൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളമൊഴിച്ചിടുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വേഗത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മസാല നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സവാള വഴറ്റാനും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കാനൊന്നും നിൽക്കണ്ട. ഈ മസാല അങ്ങോട്ട് ഇട്ട് കറി റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാകും. പിന്നെ ഇന്നൊരു ഷെയ്ക്കും തയ്യാറാക്കേണ്ട അബൂദ് ഷെയ്ക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷമാമും മാംഗോയും കൊണ്ടിട്ടുള്ളൊരു ഷെയ്ക്കാണത്. അതിന് വേണ്ടിയിട്ടുള്ള പാല് നേരത്തെ തന്നെ തിളപ്പിച്ചിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ പരിപാടിയെല്ലാം ആദ്യം ചെയ്തതിന് ശേഷമാണ് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. ഷമാമിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 2 മാങ്ങായും ആണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട്. ഷമാമും നല്ല പഴുത്ത ഷമാമാണെങ്കിൽ നല്ലതായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ആദ്യം തന്നെ. അപ്പോൾ മാങ്ങായും ഷമാമും എല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ പാല് നന്നായിട്ട് തണുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം തണുത്തതിന് ശേഷം. അപ്പോൾ ആ പാലും എടുത്ത് വെച്ച് മാംഗോയും ഷമാമും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഷേക്കാക്കി എടുക്കാം. അപ്പോൾ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഞാൻ സാധാരണ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കാറാണ് പതിവ്. കാര്യം ഇപ്പോൾ വൈകിട്ടാവുമ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ മിക്കവാറും കറണ്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജ്യൂസ് അടിക്കാൻ പറ്റാറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ ഇപ്പോൾ ചെയ്ത് വെക്കും. പിന്നെ ഇന്ന് തേങ്ങാച്ചോറ് ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കാൻ മതിയാണ്. അപ്പോൾ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ്. നല്ല കാറ്റും മഴയും ഒക്കെയാണ്. പിന്നെ കസ്റ്റാർഡിന് വേണ്ടിയിട്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അനാറുണ്ടെങ്കിൽ, പൊമഗ്രാനേറ്റ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പം മാങ്ങായും അതുപോലെ തന്നെ ആപ്പിളും പിന്നെ മുന്തിരിയുമാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. ചെറുപഴം ഉണ്ടെങ്കിൽ അതും ഇടാം. അപ്പോൾ ഞാൻ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെയും തേങ്ങാച്ചോറിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ എല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് കറികൾ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായാലും ബിരിയാണി അതുപോലെ കട്ട്ലേറ്റിനൊക്കെ ആണെങ്കിലും ഈ മസാല തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം 1 മാസത്തോളം നമുക്ക് ഫ്രീസറിലും സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സ് എല്ലാം നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് റംസാനിൽ വൈകിട്ടത്തെ പണികളെല്ലാം കുറച്ച് എളുപ്പത്തിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമായിരുന്നു ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ ഇതുപോലെ സവാള ഒക്കെ കട്ട് ചെയ്തിട്ട് നന്നായി വഴറ്റി അതിൽ എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് മസാലകളും ചേർത്തിട്ട് ഇതുപോലെ ഒരു മസാല പ്രിപ്പയർ ചെയ്ത് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ എല്ലാ ജോലികളും ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ബിരിയാണി ഉണ്ടാക്കാനായാലും നമുക്ക് ഈ മസാല യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അധികം മുളക് പൊടിയൊന്നും ചേർക്കാതെയാണ് ഇഫ്താറിന് വേണ്ടിയിട്ട് കറികളെല്ലാം ഉണ്ടാക്കാറ്. പിന്നെ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ സാലഡിന് വേണ്ടിയിട്ട് ഇപ്പം ഇത്രയും പച്ചക്കറികൾ എൻ്റെ കയ്യിലുള്ളൂ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കടല വേവിച്ച് ചേർക്കാറുണ്ട്, അതുപോലെ ചെറുപയർ മുളപ്പിച്ചതും ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇത്തവണ ഇന്നത്തെ സാലഡിൽ ഞാൻ ചേർത്തിട്ടില്ല. കാര്യം കടല വെള്ളത്തിലിടാൻ മറന്നുപോയി, ചെറുപയറും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടില്ല. പക്ഷെ അത് രണ്ടും ചേർക്കാതെ ഒരു സിമ്പിളായിട്ടൊരു സാലഡ് തയ്യാറാക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കടല പുഴുങ്ങിയൊക്കെ ചേർക്കാം. അപ്പോൾ അതെല്ലാം നല്ലൊരു ഹെൽത്തി ഒരു സാലഡാണ്. നോമ്പ് തുറയ്ക്ക് നമ്മൾ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എല്ലാ ദിവസവും അല്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അവോയ്ഡ് ചെയ്ത് ഇതുപോലെയുള്ള സാലഡുകളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നോമ്പ് തുറക്കുമ്പോഴും വളരെ സിമ്പിളായിട്ട് നോമ്പ് തുറക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരുപാട് ഭക്ഷണം ആദ്യമേ തന്നെ കഴിക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ ഹെൽത്തിനും നല്ലത്. ഞാൻ കുറച്ച് ചാട്ട് മസാലയും അതുപോലെ തന്നെ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ കടല പുഴുങ്ങിയതെല്ലാം ഇടുമ്പോൾ ഈ ചാട്ട് മസാലയും കൂടി ആകുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പം സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കണം, നമ്മൾ റൈസിന് വേണ്ടിയിട്ടുള്ള തേങ്ങാച്ചോറിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഞാൻ തേങ്ങാപ്പാലിലാണ് തേങ്ങാച്ചോറ് തയ്യാറാക്കാറ്. സാധാരണ മിക്കവാറും ആളുകൾ തേങ്ങ അരച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷേ എനിക്ക് പേഴ്സണലി തേങ്ങ അരച്ച് ചെയ്യുന്നതിനോട് അത്ര വലിയ ഇഷ്ടമില്ല. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബസ്മതി റൈസ് കൊണ്ടും ആളുകൾ ഇത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ മട്ടരി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിലേക്ക് ഞാൻ കുറച്ചധികം കുരുമുളക് ഇട്ടിട്ടുണ്ട്. എനിക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ പേഴ്സണലി ഇഷ്ടമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കുരുമുളക് അധികം ചേർത്തത്. പിന്നെ അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ അതെല്ലാം ചേർക്കാം. അതുപോലെ 1 സ്പൂൺ ഉലുവയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അരിയുടെ വേവ് അനുസരിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ലാസ്റ്റ് നാരങ്ങ വെള്ളം, പുതിന ഇട്ടിട്ട് ഒരു സർബത്താണ്. അപ്പോൾ ഞാൻ സർബത്തിൻ്റെ റെസിപ്പിയും നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർബത്ത് നമ്മൾ ഇതുപോലെ തന്നെ നറുനീണ്ടി സർബത്താണ്. അത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം നോമ്പ് തുറക്കെല്ലാം നല്ലതാണ് സർബത്ത്. ഫ്രഷ് ലൈം അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം ഞാൻ നോമ്പ് തുറക്കാൻ ഒരു 5 മിനിറ്റ് ഉള്ളപ്പോൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്.
കറണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ മിക്സിയിൽ തയ്യാറാക്കും. ആ സമയത്ത് കാറ്റും മഴയൊക്കെ ആയി കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ കൈകൊണ്ട് സാധാരണ നാരങ്ങ വെള്ളം പിഴിഞ്ഞെടുക്കാറാണ് പതിവ്. പിന്നെ മിൻറ്റ് സിറപ്പ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. എൻ്റെ മിൻറ്റ് സിറപ്പ് തീർന്നു. അപ്പോൾ സർബത്തും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കസേഴ്സും കൂടി ചേർത്താൽ നമ്മുടെ സർബത്ത് റെഡിയായി. ഇനി ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സ് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സും കസ്റ്റാർഡും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി, ഒരു ഓറഞ്ചും കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, മുസമ്പി. അപ്പോൾ അത് സാധാരണ ജ്യൂസ് അടിക്കുന്നതിനേക്കാളും ഇങ്ങനെ മുഴുവനായിട്ട് കഴിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടതിന് ശേഷം കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ മുസമ്പി ഇതുപോലെ ജ്യൂസ് അടിക്കാറില്ല, ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്